ഗോദി മീഡിയ എന്ന് പറയുന്നത്. ഗോദി മീഡിയ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ലാപ് ഡോഗ് എന്നൊക്കെ ഉള്ള രീതിയിൽ വാച്ച് ഡോഗ് ആയിരുന്ന മീഡിയനെ ലാപ് ഡോഗ് ആക്കി മാറ്റി. അതെ, ആ ഒരു നിലയിലാണ് വിമർശനാത്മകമായിട്ട് ആ ഒരു പദം വന്നത്. പിന്നീട് അത് ഒരു കാലഘട്ടത്തിൽ അത് മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ അത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു അതിന്റെ ഒരു നിലനിൽപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ, പ്രത്യേകിച്ച് മോദി ഗവൺമെന്റിനെ സഹായിക്കുന്ന കോർപ്പറേറ്റുകൾ അതിന്റെ ഒരു നേതൃത്വം ഏറ്റെടുക്കുക, അതിന്റെ ഒരു മാനേജ്മെന്റ് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അവർ തന്നെ മീഡിയ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരു തലത്തിലേക്ക് വന്നതോടുകൂടി അതിന്റെ ഒരു ഫണ്ടിങ്ങും കാര്യമൊക്കെ ഏത് രീതിയിലാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് പിന്നീട് ഈ കോവിഡ് കാലത്താണെന്ന് തോന്നുന്നു അതിനൊരു ഭയങ്കരമായിട്ട് ഇടിവുണ്ട്. കാരണം ഈ ആളുകൾ കൂടുതലായിട്ടും ഈ കൺവെൻഷണൽ ആയിട്ട് ടി വി കാണുന്ന ആ ഒരു രീതി വിട്ടിട്ട് പൂർണ്ണമായിട്ടും ഈ ഡിജിറ്റലിനെ ആശ്രയിക്കുക, സ്മാർട്ട് ഫോണിനെ ആശ്രയിക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നു, സോഷ്യൽ മീഡിയനെ ആശ്രയിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കോവിഡ് സമയത്ത് തന്നെ ഒരുപാട് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള നറേറ്റീവ്സ് എല്ലാം ഇവര് പൂഴ്ത്തിവെക്കുകയും പകരം ഈ സുശാന്തിന്റെ ഒക്കെ ആത്മഹത്യ അങ്ങനെയുള്ള വിഷയങ്ങൾ സെൻസേഷണലൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.